ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ഒരിടം ലഭിച്ചു എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പേരാമ്പ്രയിലേക്ക് പോകുമ്പോൾ 100% പ്രതീക്ഷയോടെ തന്നെയാണ് പോകുന്നത്. കേരളത്തിലുടനീളമുള്ള ഈ ഭരണവിരുദ്ധ തരംഗത്തിനെതിരെയുള്ള ആദ്യത്തെ ഹിറ്റ് പേരാമ്പ്രയിൽ നിന്ന് നൽകാൻ പറ്റിയാൽ അത് തന്നെയാണ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഈ ഒരു ഉദ്യമത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. പേരാമ്പ്രയിലുള്ള സ്ത്രീകൾ, അവിടെയുള്ള നാട്ടുകാർ, ആ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഈ കാലഘട്ടത്തിലൂടെ, ഈ പ്രത്യേകിച്ച് LDFൻ്റെ ഭരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ ലഭിക്കുന്ന ഒരു നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യം. അത് തീർച്ചയായിട്ടും ഞങ്ങൾ പേരാമ്പ്രയിൽ പ്രതിഫലിപ്പിക്കും. അങ്ങനെ എളുപ്പം തകർക്കാൻ പറ്റുന്നൊരു കോട്ടയാണോ? കാരണം ടി പി രാമകൃഷ്ണൻ 4ാം വട്ടം അവിടെ കളത്തിലിറങ്ങുന്നു. ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച കോട്ടയെന്നാണ് പേരാമ്പ്ര അറിയപ്പെടുന്നത്. ഞാൻ തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുക, പേരാമ്പ്രയിൽ അദ്ദേഹം മത്സരിക്കുന്നത് 4ാമത്തെ തവണയാണ്. എന്ത് വലിയ മാറ്റമാണ് നിങ്ങൾക്ക് പേരാമ്പ്രയിൽ കാണാൻ പറ്റിയത്? അദ്ദേഹത്തിൻ്റെ ഈ 4 ടേമിൽ പ്രത്യേകിച്ചൊരു കാര്യം പേരാമ്പ്രയിൽ കൊണ്ടുവന്നതായിട്ട് വലിയൊരു മാറ്റത്തിൻ്റെ ഒരു കാരണമായിട്ടുള്ളൊരു പോയിന്റ് പോലും പേരാമ്പ്ര പരിശോധിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കില്ല. ഫാത്തിമയുടെ പേര് കുന്നമംഗലം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ് കേട്ടത്. പേരാമ്പ്ര ഒരു സർപ്രൈസ് ആയിപ്പോയോ? ഞങ്ങളെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ തന്നെ നിങ്ങളോടൊക്കെ നേരത്തെ സൂചിപ്പിച്ചതാണ് മിറാക്കിൾ സംഭവിക്കുമെന്നുള്ളത്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടുന്ന ഞങ്ങളുടെ നേതൃത്വം ആപ്റ്റായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. എന്നോട് പേരാമ്പ്രയിൽ ചെന്ന് മത്സരിക്കാനാണ് പറയുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ പോയി മത്സരിക്കാൻ ഞാൻ തയ്യാറാണ്. അതാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഈ പ്രവർത്തന മേഖലയിലുള്ള വ്യക്തി ചെയ്യേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കും. ലീഗിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2 വനിതകൾ ഒരുമിച്ച് മത്സരത്തിന് ഇറങ്ങുന്നത്. ഇതിനു മുൻപ് 2 വനിതകൾ മത്സരിച്ചു, പരാജയപ്പെട്ടു. 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് കഴിഞ്ഞ തവണ 21-ൽ നൂർബിന റഷീദ് മത്സരിക്കുന്നത്. ഇതുവരെ നിയമസഭയിലേക്ക് ഒരു വനിത എത്തിയിട്ടില്ല. ഇത്തവണ ചരിത്രം മാറ്റുമോ? ഇത്തവണ നിങ്ങൾ നോക്കിക്കോളൂ, മുഴുവൻ ആളുകളും ഇന്ന് ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ പ്രഖ്യാപിച്ച ആ മുഴുവൻ ആളുകളും, ഒപ്പം ഇനി പ്രഖ്യാപിക്കാനിരിക്കുന്ന സ്ഥാനാർത്ഥികളും നിർബന്ധമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങൾ നിയമസഭയിലുണ്ടാകും. തീർച്ചയായിട്ടും കുറ്റിച്ചിറ എന്ന് പറയുമ്പം എനിക്ക് ഒരു വികാരവായ്പുള്ള ഒരു സ്ഥലമാണ്. ഇപ്പം അത് കഴിഞ്ഞ് പേരാമ്പ്രയെ ആലോചിക്കുമ്പം ഈ 2 ഭാഗത്തുള്ള ജനങ്ങൾ ഒരുപോലെയുള്ള മനുഷ്യരാണ്. നിറയെ സ്നേഹമുള്ള മനുഷ്യന്മാരാണ്. നിങ്ങൾ അവരോടൊന്ന് സംസാരിച്ചാൽ നിങ്ങൾക്കത് വ്യക്തമാവും. അതുകൊണ്ട് എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. കുറ്റിച്ചിറയിൽ നിന്ന് പേരാമ്പ്രയിലേക്ക് പോകുമ്പം അതേ ഊഷ്മള വരവേൽപ്പ് എനിക്ക് പേരാമ്പ്രയിൽ ലഭിക്കും എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ഇത്തവണ യുവാക്കൾക്ക് കുറച്ച് പ്രാധാന്യം അധികം കിട്ടിയ പോലെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും പാർട്ടി പറഞ്ഞ പോലെ തന്നെ യുവാക്കൾക്ക്, സ്ത്രീകൾക്കൊക്കെ പരിഗണന നൽകിയിട്ടുള്ള ലിസ്റ്റാണല്ലോ പ്രഖ്യാപിച്ചത്.